ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ്, മുർസലാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഇന്നക ലമിനൽ മുർസലീൻ, അള്ളാഹുവിൻ്റെ പ്രവാചകത്വം അലങ്കരിക്കുന്ന ആ പദവിയിലാണ് അള്ളാഹുവിൻ്റെ റസൂലുള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഉറപ്പിച്ചു പറയുന്ന ഭാഗമാണ്. ആദ്യത്തെ മുർസൽ ആരാണെന്നാണ് ഇന്നലെ പറഞ്ഞത്? മുർസലുകളിൽ ആദ്യത്തെ ആൾ ആരാണെന്നാണ് പറഞ്ഞത്? നൂഹ് നബി അലൈഹിസ്സലാം. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾക്ക് ഓർമ്മയുണ്ടല്ലോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പം നബിയും മുർസലും വ്യത്യാസമുണ്ട്. പ്രബോധനം ചെയ്യാനും വേദങ്ങൾ നൽകപ്പെടുകയും ഏടുകൾ നൽകപ്പെടുകയും ഒക്കെ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ കാറ്റഗറിയിലുള്ള പ്രവാചകത്വത്തിൻ്റെ വിവിധങ്ങളായ ഭാവങ്ങളെ അല്ലാഹു തആല ലോകത്ത് നിയോഗിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടയാളു തന്നെയാണ് നബിയെ അങ്ങ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആൻ പറയുകയാണ്. അങ്ങ് മുർസലുകളിൽ പെട്ടയാളാണ്. ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. അങ്ങ് മുർസലീങ്ങളിൽ പെട്ടയാൾ തന്നെയാകുന്നു, അതിലൊരു സംശയവും ഇല്ല. അലാ സിറാത്തിൻ മുസ്തഖീം, അങ്ങ് ശരിയായ മാർഗത്തിൻ്റെ മേലെയാണ്. എല്ലാ നിലയിലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വക്രതയും ഇല്ലാത്ത, ഒരു വളവും ഇല്ലാത്ത, ഒരു തിരിവും ഇല്ലാത്ത, ഏതെങ്കിലും തരത്തിൽ ആക്ഷേപിക്കപ്പെടാൻ പാകത്തിലുള്ള ഏതെങ്കിലും ഒന്ന് ഇല്ലാത്ത അവസ്ഥയിലാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളത്. ഹബീബായ നബി തങ്ങളുടെ മേൽ ആക്ഷേപിക്കപ്പെടാനൊന്നുമില്ല. 40 വയസ്സുവരെ ആക്ഷേപാർഹമായ ഒന്നും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലുണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു മോശം പറഞ്ഞിട്ട് മക്കക്കാര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് എന്ന് ആക്ഷേപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. 40 വർഷം അത്രയും വിശുദ്ധിയോടെ ജീവിച്ച ആൾ 23 വർഷക്കാലം പിന്നീട് തുടർച്ചയായി കളവ് പറയുമോ? ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിക്കാവുന്ന വിഷയമാണ്. 40 വർഷം വിശുദ്ധിയോടെ ജീവിച്ച ഒരാള് പിന്നെ 23 കൊല്ലം തുടർച്ചയായി കള്ളം പറയാ. ഞാൻ അള്ളാഹുവിൻ്റെ നബിയാണെന്ന് പറയാ, എനിക്ക് ഇറങ്ങുന്നത് അള്ളാഹുവിൻ്റെ വഹിയാണെന്ന് പറയാ. അങ്ങനെ സംഭവിക്കോ? ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ജീവിതം നേരത്തെ തന്നെ നേർരേഖയിലാണ്. ഒരു സ്ഖലിതവും ഇല്ലാത്ത, ഒരു മോശവും ഇല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ബുദ്ധിമാന്മാരായ ആളുകൾക്ക് മനസ്സിലാക്കാം, ആ വിശുദ്ധിയുടെ ബാക്കിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ വഹി, അതിലൂടെ പ്രവാചകത്വം, ഇതൊക്കെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തോട് പറയുന്നത്. അപ്പോൾ ഒരിക്കലും അത് സംഭവിക്കാൻ സാധ്യതയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ ഋജുവായ മാർഗത്തിൻ്റെ മേലെയാകുന്നു, അങ്ങ് നേരായ പാതയിലാകുന്നു നബിയെ. അള്ളാഹു ഹബീബായ നബി തങ്ങളെ ബറക്കത്ത് കൊണ്ട് നമ്മയൊക്കെയും നേർവഴിയിലാക്കി തരുമാറാകട്ടെ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ എപ്പോഴും ദുആരക്കും. എല്ലാ ഫാത്തിഹയിലും എല്ലാ നിസ്കാരത്തിലും നമ്മുടെ മർമ്മപ്രധാനമായ ദുആ തന്നെ അങ്ങനെയാണ്, നേർവഴിയിലാക്കി തരണേ റബ്ബേ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് അള്ളാഹു നൽകുകയാണ്. അതിലൂടെ വേറൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് ഒരാൾ വെറുതെ വന്നിട്ട് താക്കീത് ചെയ്യല്ല, അള്ളാഹുവിൻ്റെ മുർസലുകളിൽപ്പെട്ട ഒരാൾ വന്നിട്ട് ഓതിത്തരുകയാണ്. സൂറത്ത് യാസീൻ അല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ വെറുതെ ഒരാൾ വന്നിട്ട് ഉപദേശിക്കല്ല, അള്ളാഹു ഏൽപ്പിച്ച ഒരാൾ വന്നിട്ട്. രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ വെറുതെ ഈ വഴിയിലൂടെ പോയ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഞാൻ നിങ്ങളോട് അതൊന്ന് ഉണർത്താൻ വന്നാണ്. അതിന് നമ്മളാരും വലിയൊരു വില കൊടുക്കില്ല. നേരെ മറിച്ച് അയാളെ കളക്ട്രേറ്റിൽ നിന്ന് വിട്ടതാണ്. കളക്ട്രേറ്റിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥനാണ്. അയാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ കളക്ട്രേറ്റിൽ നിന്ന് വരുവാണ്, നിങ്ങൾ ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ മേൽ ഇന്ന ഇന്ന പണിഷ്മെന്റുകളൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പറയുന്നതിന്റെ ഗൗരവം കൂടി. കാരണം ഇത് കൃത്യമായ സ്രോതസ്സിൽ നിന്ന്, ഉത്തരവാദിത്തപ്പെട്ട അധികാരിയിൽ നിന്ന് വന്ന ആളാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? ഒരാൾ സാധാരണ വന്ന് ഉപദേശിക്കുന്നതും, ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് അല്ലെങ്കിൽ പോലീസ് ഓഫീസറുടെ ദൂതനായി വന്ന ആളാണ്. ദൂതൻ എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല, ഒരാളെ ദൂതുമായി പറഞ്ഞയക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം വലുതാണ്. അപ്പോൾ വെറുതെ മക്കൾക്കാരെ ഉപദേശിക്കല്ല,
വെറുതെ ഒരു ഉപദേശിയൊന്നുമല്ല, വലിയ പദവിയുള്ള ആളാണ്, മുർസലുകളിൽപ്പെട്ട ആളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു, അലാ സിറാത്തിൻ മുസ്തഖീം. പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ മുസ്തഫായ നബി തങ്ങളെ കുറിച്ച് അവർ പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചു എന്നവർ പറഞ്ഞു. പിശാജാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. എന്തൊക്കെയോ പിശാജിന്റെ വചനങ്ങൾ പറയുകയാണെന്ന് പറഞ്ഞു. അതിനെല്ലാം ഖുർആൻ മറുപടി പറയുകയാണ്, അല്ല, അങ്ങേക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങ് ശരിയായ മാർഗത്തിന്റെ മേലെയാണ്. അള്ളാഹുവിന്റെ റസൂല് ഖുർആൻ പാരായണം ചെയ്യുന്ന സമയം കഅബാലയത്തിന്റെ അടുക്കൽ ഇരുന്ന് സൂറത്തുൻ നജ്മിന്റെ അവസാന ഭാഗങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പാരായണം ചെയ്തു കൊണ്ടുവന്നു. ഫഗശാഹാ മാ ഗശാ ഫബിഅയ്യി ആലാഇ റബ്ബിക തതമാറാ ഹാദാ നദീറും മിനൻ നുദിരിൽ ഊലാ അസിഫത്തിൽ ആസിഫ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم سامدون فاسجدوا لله واعبدوه. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് സുജൂദിൽ പോയി. മക്കയിലെ മുഴുവൻ ആളുകളും സുജൂദ് ചെയ്തു. ഖുർആൻ ഇങ്ങനെ കേട്ടപ്പോൾ ഇങ്ങനെ ഓതി വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സൂറത്തുൻ നജ്ം ഓതിയിട്ട് അതിന്റെ അവസാനത്തിലെത്തിയപ്പോൾ ശത്രുക്കളുണ്ട്, ഇസ്ലാമിന്റെ വിരോധികളുണ്ട്, എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ ഇത് പാരായണം ചെയ്യുന്നത്. അതിന്റെ അവസാനം എത്തിയപ്പോൾ ഫസ്ജുദൂ ലില്ലാഹ് എന്ന് ഓതിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ പോയപ്പോൾ മക്കയിലെ മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ റസൂൽ തല ഉയർത്തി നോക്കുമ്പോൾ എല്ലാവരും സുജൂദിലാണ്. അബൂജഹലും മറ്റ് ശത്രുക്കളെല്ലാവരും സുജൂദിലാണ്. അപ്പൊ പരിശുദ്ധമായ ഖുർആനിന്റെ ആ ഒരു മാസ്മരികതയാണ്. ആ മാസ്മരികത തൻസീലൽ അസീസിർ റഹീം. ഓ പ്രവാചക പ്രഭോ, അങ്ങ് ചൊവ്വായ മാർഗത്തിലാണ് എന്ന് മാത്രമല്ല, അങ്ങ് ഓതിക്കൊടുക്കുന്ന ഖുർആനില്ലയോ, അത് പ്രതാപിയായ ഉന്നതനായ അസീസായ അല്ലാഹുവിൽ നിന്നുള്ളതാണ്, കാരുണ്യവാനായ റബ്ബിൽ നിന്നുള്ളതാണ്. പ്രതാപിയും കാരുണ്യവാനുമായ റബ്ബ് അവതരിപ്പിച്ചതാണിത്. അപ്പൊ ഈ പറയുന്ന വാക്കും വെറുതെ അല്ല, വന്നയാളും വെറുതെ അല്ല, പറയുന്ന വാക്കും. ഒരാൾ വന്നിട്ട് പറയാണ് ഇങ്ങനൊക്കെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയല്ല, ഇതാണ് അവിടുന്ന് പറഞ്ഞത് എന്ന് കൃത്യമായ രേഖയോടെ പറയാണ്. ഇങ്ങനെയാണ് പറഞ്ഞത്, അള്ളാഹുവിന്റെ കലാമാണ് ഓതിത്തരുന്നത്. നേരത്തെ ഞാൻ ഉദാഹരണം പറഞ്ഞതുപോലെ ഒരാൾ ഓടി വന്നിട്ട്, ഇപ്പൊ നമ്മൾ ഒരാളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു, ഇന്ന സാധനം എടുത്തു തരാൻ പറഞ്ഞു, ഒരു കത്തിൽ എഴുതി കൊടുത്തു വിട്ടു, ഇന്ന ഇടത്തിരിക്കുന്ന ഇന്ന സാധനം ഇന്ന രീതിയിൽ കൊടുത്തു വിടേണ്ടതാണ്. രണ്ടും തമ്മിൽ ഗൗരവത്തിൽ വ്യത്യാസമുണ്ട് അല്ലേ? രണ്ടും തമ്മിൽ ഗൗരവത്തിൽ വ്യത്യാസമുണ്ട്. എഴുതി കൊടുത്തു വിട്ടു, നോട്ടീസ് വരാന്ന് പറയും. ബാങ്കിൽ നിന്നും അല്ലാത്തതിൽ നിന്നൊക്കെ പലർക്കും പലതരത്തിലുള്ള നോട്ടീസുകൾ വരാറുണ്ട്. നോട്ടീസ് വരുന്നപ്പോഴാ അതിന്റെ ഗൗരവം കൂടുതലാണ്. സാധാരണ വന്നിട്ടൊരു താക്കീത് ചെയ്തിട്ട് പോകുന്നത് പോലെയല്ല. അപ്പോ അള്ളാഹുവിന്റെ റസൂലിന് ഇത് അവതരിപ്പിച്ചു കൊടുത്തത് വേറെ ഒരു വെറും വാക്ക് പറയുകയല്ല. അള്ളാഹുവിന്റെ റസൂലിന് ഇത് അവതരിപ്പിച്ചു കൊടുത്തത് തൻസീലൽ അസീസിർ റഹീം, ഉന്നതനായ പ്രതാപിയായ കാരുണ്യവാനായ റബ്ബ്. ഇത് രണ്ട് വാക്കുകളും നോക്കൂ. ഒരിടത്തു ഒരു വാക്ക് വലിയ കാഠിന്യമുള്ള പ്രതാപം, അധികാരം ഇതൊക്കെ സ്ഥാപിക്കുന്ന വാക്കാണ് അൽ അസീസ്. മറ്റൊന്ന് വളരെ നൈർമല്യമുള്ള, കാരുണ്യം ചെയ്യുന്ന, വളരെ മെൽറ്റായ, സൃഷ്ടികളോട് അങ്ങേയറ്റം ഔദാര്യം കാണിക്കുന്ന റബ്ബിലേക്ക് കുറിക്കുന്ന വാക്കാണ്. ഇത് രണ്ടും വലിയ പ്രതീക്ഷയാണ്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ്. അല്ലാഹു അസീസുമാണ്, റഹീമുമാണ്. മാത്രമല്ല പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ അത്ഭുതങ്ങളെ കുറിച്ച്, ഇത് അള്ളാഹുവിന്റെ വാക്ക് തന്നെയാണ്, ഇതിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ മക്കയിൽ നിന്ന് തന്നെ പറയാനൊരു ഉദാഹരണമുണ്ട്. അള്ളാഹുവിന്റെ വാക്കല്ലായിരുന്നുവെങ്കിൽ നേരത്തെ പൊളിഞ്ഞു പോകുമായിരുന്നു എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു. ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ എന്ന ഭാഗം പറഞ്ഞു. അള്ളാഹുവിന്റെ വാക്ക് തന്നെയാണ്, ഇത് റബ്ബിൽ നിന്നുള്ളതാണ് എന്ന് തെളിയിക്കുന്ന പല സംഭവങ്ങൾ. അതിലൊന്ന് അള്ളാഹുവിന്റെ റസൂൽ ഓതിക്കൊടുത്തു, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സൂറത്തല്ലേ ഇത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
അവിടുത്തെ ബഹുമാനത്തെ, ആദരവിനെ എല്ലാം താഴ്ത്തിക്കെട്ടിക്കൊണ്ട് അബൂലഹബ് വെറും വർത്തമാനം പറഞ്ഞപ്പോ, മോശപ്പെട്ട വർത്തമാനം പറഞ്ഞപ്പോ അല്ലാഹു തആല മറുപടി പറയുകയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ്. തബ്ബത്ത്, അബൂലഹബിനെ ഭത്സിച്ചുകൊണ്ട് അവൻ നശിച്ചു പോകട്ടെ, അവന്റെ കുടുംബം, അവന്റെ മാല്, അവന്റെ മുതല്, അവന്റെ പെണ്ണുങ്ങൾ, ഇവരെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് അവതരിക്കുന്നത്. ഖുർആൻ തെറ്റായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഖുർആനിന്റെ വചനങ്ങൾ തെറ്റാണ് എന്ന് ശത്രുക്കൾക്ക് തെളിയിക്കാനുള്ള ഒരു വലിയ അവസരമായിരുന്നു. കാരണം പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും, ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. ഈ സൂറത്ത് അവതരിച്ചതിന് ശേഷം 10 കൊല്ലം കൂടി അബൂലഹബ് ജീവിച്ചിരുന്നു. 10 കൊല്ലം കൂടി അബൂലഹബ് ജീവിച്ചിട്ടാണ് മരിച്ചത്. ഇതിന്റെ ഇടയിലെങ്ങാണ് അബൂലഹബ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? പടച്ചോൻ ആ പറഞ്ഞത് തെറ്റാണെന്ന് എന്ത് ചെയ്യായിരുന്നു? ഖുറൈശി വെറുതെ എങ്കിലും അയാൾ പറഞ്ഞിരുന്നെങ്കിലോ? അയാൾ പറഞ്ഞിരുന്നെങ്കിലോ? അള്ളാഹു ഏകനാണെന്നും ഞാൻ നബിയിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഈ അയാൾക്കെതിരെ ഇറങ്ങിയ ഈ വചനങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ. അതൊക്കെ നിരർത്ഥകമാവില്ലേ? ആളുകൾ ചോദിക്കില്ലേ, നിങ്ങളുടെ പടച്ചവൻ അറിയില്ലായിരുന്നോ ഇയാൾ പിന്നെ നന്നാവുമെന്ന്? നിങ്ങളുടെ പടച്ചവൻ അറിയില്ലായിരുന്നോ ഇയാൾ പിന്നെ ഇസ്ലാമിലേക്ക് വരുമെന്ന്? എന്തിനാണ് അയാളെ കുറിച്ച് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്? പക്ഷേ ഖുർആനിന്റെ അത്ഭുതമാണ്, ഈ ആയത്തിറങ്ങിയിട്ട്, ഈ സൂറത്തിറങ്ങിയിട്ട് കൊല്ലം 10 കഴിഞ്ഞിട്ടാണ് അബൂലഹബ് ചത്തുപോയത്. അതുവരെയും അബൂലഹബ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന് നമ്മൾ ഓതാറുണ്ടല്ലോ. ആ അബൂലഹബോ, അവന്റെ കുടുംബമോ, അവന്റെ മക്കളോ, അവന്റെ ഭാര്യയോ ഇസ്ലാമിലേക്ക് വന്നില്ല. അല്ലാഹു തആലയിൽ നിന്നുള്ള വചനങ്ങളാണ് എന്നതിന് ധാരാളമായ തെളിവുകൾ വ്യത്യസ്തങ്ങളായ മേഖലയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോ പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചത് അസീസും റഹീമുമായ റബ്ബിന്റെ അവതരണമാണ് എന്ന്, അവതീർണമായത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. അസീസ് ഉന്നതനും പ്രതാപിയുമായ റബ്ബ്, റഹീം കരുണാനിധിയായ റബ്ബ്. ഈ റഹ്മാൻ റഹീം എന്നൊക്കെ നമ്മൾ ഡിക്ഷണറി ഒക്കെ എടുത്ത് നോക്കിയാൽ വേറെ പല അർത്ഥങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനൊന്നുമല്ല. കരുണാമയനും കരുണാനിധിയും അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒക്കെ പേരൊക്കെ കാണും. അങ്ങനെയല്ല. ഈ ചില അറബി വാക്കുകൾക്ക് നമ്മൾ എത്ര അർത്ഥം വെച്ചാലും എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് കൃത്യമാവൂല ഇതെങ്ങനെയാണ് ഇതിന്റെ അർത്ഥം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യവും അതുപോലെയാണ്, അത്ര വിശാലമായ കാരുണ്യമാണ്. അല്ലാഹു തആല റഹ്മത്ത് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين لتنذر قوما ما أنذر آباؤهم فهم غافلون. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനം ആരോടാണ്? അല്ലാഹുവിന്റെ കലാം ഓതി ആരെയാണ് സംസ്കരിക്കേണ്ടത്? ലിതുൻദിറ ഖൗമം മാ ഉൻദിറ ആബാഉഹും, ഒരു ജനതയ്ക്കുമേലുള്ള താക്കീതുകാരനാണ് നിങ്ങളെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആൻ, അല്ലാഹുവിന്റെ റസൂൽ, ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. പരിശുദ്ധമായ ഖുർആൻ വിവിധങ്ങളായ ഭാഗങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നിയോഗത്തെക്കുറിച്ച് വിവിധ തലങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ഭാഗം നദീറായ, മുന്നറിയിപ്പുകാരനായ പ്രവാചകൻ, വരാനുള്ള ഖിയാമത്തിനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, ആഖിറത്തിനെ കുറിച്ചൊക്കെ മുന്നറിയിപ്പ് നൽകുന്ന പ്രവാചകൻ നദീർ. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും, ഒരു ജനതയ്ക്ക് മുന്നറിയിപ്പുകാരനായി, താക്കീതുകാരനായിട്ടാണ് നബിയെ അങ്ങ് പറഞ്ഞയച്ചത്. താക്കീത് ചെയ്യാൻ, അവർക്ക് താക്കീത് കൊടുക്കാനാണ് പറഞ്ഞയച്ചത്. അവരോ, അവരുടെ പിതാക്കന്മാർ, മാ ഉൻദിറ ആബാഉഹും, അവരുടെ പിതാക്കന്മാർക്ക് താക്കീത് നൽകപ്പെട്ടിട്ടില്ല. അതായത് അവരുടെ മുൻഗാമികളായ ആളുകൾ പോലും
നേർവഴിയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, ഹക്കെന്താണെന്ന് അവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ജനതയാണ് അങ്ങ് നേർവഴിയിലേക്ക് കൊണ്ടുവരേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനത്തിന്റെ ആഴവും ചെയ്ത ജീവിതത്തിന്റെ ത്യാഗവും ഒക്കെയാണ് ഈ ആയത്ത് പറയുന്നത്. ഒരു ജനത, ഇതൊന്നും കേട്ട് പരിചയമില്ലാത്തൊരു സമൂഹം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾക്ക് അള്ളാഹുന്നും റസൂലും ഒക്കെ കേട്ട് പരിചയം ഉണ്ടാവും. മക്കക്കാരായ അന്ന് ജീവിച്ചിരുന്ന ജനത, അവർക്ക് ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും, അവരുടെ വാപ്പ വല്യാപ്പമാർക്ക് പോലും ഇതൊന്നും കേട്ട് പരിചയമില്ല. ഒരു താക്കീതുകാരൻ അവരിലേക്ക് വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറയാനുള്ള കാരണം? സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാമിനു ശേഷം അറബ് ജനതയിലേക്ക്, അതായത് കഅബാലയത്തെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആ ഒരു സമൂഹത്തിലേക്ക് പിന്നീട് ഒരു നബി വന്നില്ല. നബിമാര് പല സ്ഥലത്തും വന്നു. ഒരു ഭാഗത്ത് ഫലസ്തീനിന്റെ ഭാഗത്ത് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വരുന്ന ആ പ്രവാചകന്മാരുടെ പരമ്പര സയ്യിദുന ഈസ അലൈഹിസ്സലാം വരെയുള്ളവർ വന്നു. ഇപ്പുറത്ത് മക്കയുടെ ഭാഗത്ത് ഇസ്മായിൽ നബി കഴിഞ്ഞിട്ട് പിന്നെ വന്ന പ്രവാചകൻ ആരാണ്? സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പല നാടുകളിലേക്ക് പല പ്രവാചകന്മാരും വന്നു. അപ്പോൾ ഇവർക്ക് നേരിൽ ഒരു പ്രവാചകൻ പിന്നെ വന്നിട്ടില്ല. അത്രയും കാലത്തെ ഒരു ജനറേഷൻ ഗ്യാപ്പ്, അത്ര കാലത്തിനിടയിലുള്ള ഒരു വലിയ വിടവ് അവിടെയുണ്ട്. അതാ പറഞ്ഞത്, അവരുടെ വല്യാപ്പമാര് പോലും ഉപ്പുപ്പമാര് പോലും എന്ത് ചെയ്തിട്ടില്ല? നല്ലൊരു ഉപദേശം കേട്ടിട്ടില്ല. നരകത്തെക്കുറിച്ചൊരു താക്കീതുകാരൻ അവർക്ക് വന്നിട്ടില്ല. സ്വർഗത്തെക്കുറിച്ച് അവർ അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സമൂഹത്തെയാണ് അള്ളാഹുവിന്റെ റസൂലേ അവർക്ക് താക്കീതുകാരനായിട്ടാണ് അങ്ങേ പറഞ്ഞയച്ചത്. അതായത് 1-2 തവണയൊക്കെ പറയുമ്പോൾ ഇവർ ഉൾക്കൊള്ളുമെന്ന് അങ്ങ് വിചാരിക്കരുത്. മനസ്സിലായോ? 1-2 തവണയൊക്കെ പറയുമ്പോൾ ഇവരങ്ങോട്ട് ഉൾക്കൊള്ളുമെന്ന് വിചാരിച്ച് കളയരുത്. കാരണം എന്താ? ഇവരുടെ വാപ്പമാര് പോലും ഇതൊന്നും കേട്ടിട്ടില്ല, ഇവരുടെ ഉപ്പുപ്പമാര് പോലും ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. തൗഹീദിന്റെ മധുരം പലർക്കും എത്തിയിട്ടില്ല. അതിന്റെ അർത്ഥം മക്കയിൽ മുഅ്മിനീങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നല്ല. മക്കയിൽ മുഅ്മിനീങ്ങൾ ഉണ്ടായിരുന്നു. പല നാടുകളിൽ വന്ന പ്രവാചകന്മാരെ കുറിച്ച് അറിയുകയും അവരിൽ വിശ്വസിക്കുകയും ചെയ്ത ധാരാളം ആളുകൾ മക്കയിൽ ജീവിച്ചിരുന്നു. സയ്യിദുന ഈസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ച ആളുകൾ ഉണ്ടായിരുന്നു. ഏതുപോലെ മദീനക്കാരായ ആളുകളുടെ കൂട്ടത്തിൽ മൂസാ നബിയെ വിശ്വസിച്ചവരും ഈസാ നബിയെ വിശ്വസിച്ചവരും ഉണ്ടായിരുന്നു. അതുപോലെ മക്കക്കാരിലും ഉണ്ടായിരുന്നു. നേരെ കേട്ടറിഞ്ഞ് ഇന്നടുത്തൊരു പ്രവാചകൻ വന്നിട്ടുണ്ട്, അദ്ദേഹം ഇതൊക്കെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ വിശ്വസിച്ചവരുണ്ട്. ഇവർക്ക് നേർക്ക് നേരെ ആരും വന്നിട്ടില്ല. നേർക്ക് നേരെ ഒരു പ്രവാചകൻ വന്നിട്ടില്ല. അവിടെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങയുടെ പ്രബോധനം അത് കാഠിന്യമുള്ള പ്രബോധനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റ് നബിമാരിൽ നിന്നൊക്കെ വ്യത്യസ്തമാകുന്ന കുറെ ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് ബാക്കിയുള്ള നബിമാരുടെ പ്രബോധനം. ഒരാൾ കഴിയുമ്പോൾ അടുത്ത ആൾ, ഒരാൾ കഴിയുമ്പോൾ അടുത്ത ആൾ. പല നബിമാരുടെയും കൂടെ വേറെ നബിമാരും വന്നു അവരെ സഹായിക്കാൻ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ഉന്നതരാണ് മുർസലുകളായ ആളുകൾ. ആ മുർസലുകളുടെ കൂട്ടത്തിൽ തന്നെ നോക്കൂ, സയ്യിദുന മൂസ അലൈഹിസ്സലാം. അവിടുന്ന് കൂടെ ഉണ്ടായിരുന്ന പ്രവാചകനാണ് സയ്യിദുന നബിയുല്ലാഹി ഹാറൂൻ അലൈഹിസ്സലാം. അവിടുത്തെ സഹോദരനായ ഹാറൂനെ അള്ളാഹു പ്രവാചകനാക്കി സഹായത്തിന് വേണ്ടി കൊടുത്തു. ഹാറൂന അഖീ, അവിടുത്തെ പ്രിയപ്പെട്ട ഹാറൂൻ എന്ന സഹോദരൻ അള്ളാഹു തആല റഹ്മത്ത് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പ്രവാചകനാക്കി കൂടെ നിർത്തി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ ഇസ്ഹാഖ് നബി പ്രവാചകനാണ്, ഇസ്മായിൽ നബി പ്രവാചകനാണ്. ആ കാലത്ത് വേറൊരു പ്രവാചകനും ഉണ്ട്, സയ്യിദുന ലൂത്ത് അലൈഹിസ്സലാം. ആ കാലത്ത് വേറൊരു പ്രവാചകനാണ്. സയ്യിദുന ഈസാ നബിയുടെ കൂടെയുള്ള പ്രവാചകനാണ് സയ്യിദുന നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാം. യഹ്യ നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്നത് ഈസാ നബിയുടെ കാലത്ത്. സമകാലികരായ ആളുകളാണ്. അപ്പോ ബാക്കിയുള്ള പ്രവാചകന്മാരുടെയൊക്കെ കൂടെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ നിന്ന് പ്രവാചകന്മാരുണ്ട്, കൂടെ ഒരു പ്രവാചകനുമില്ല. ഒരു പ്രവാചകൻ കഴിയുമ്പോൾ അടുത്ത പ്രവാചകൻ. മൂസാ നബിയുടെ കൂടെ ആ കാലത്ത് ജീവിച്ചിരുന്ന മറ്റൊരു പ്രവാചകനാണ് സയ്യിദുന നബിയുല്ലാഹി ശുഐബ് അലൈഹിസ്സലാം. ഫറോവയിൽ നിന്ന് പോയിട്ട് മൂസാ നബി എത്തിയത് ശുഐബ് നബിയുടെ അടുക്കലേക്കാണ്. അപ്പോ വ്യത്യസ്തങ്ങളായ പ്രവാചകന്മാരുണ്ട്, പല ആളുകളുണ്ട്. ഇത് ഖിയാമത്ത് നാൾ വരെ ഒരു പ്രവാചകൻ കൂടെ അല്ലാഹു തആല മറ്റൊരാളെ നിയോഗിച്ചിട്ടില്ല. ആരെയാണ് പ്രബോധനം ചെയ്യേണ്ടത്? ഇതൊന്നും കേട്ടിട്ടില്ലാത്ത, കഴിഞ്ഞ കുറെ കാലങ്ങളായി തൗഹീദിന്റെ മധുരമോ മന്ത്രമോ അറിയാത്ത, അവരുടെ വല്യാപ്പമാർ പോലും ഇതൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സമൂഹത്തിന്റെ നടുത്തളത്തിലാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ത്യാഗം, അള്ളാഹു അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമ്മുടെ കൽബിൽ ഈമാൻ ഉറപ്പിച്ചു നിർത്തി തരുമാറാകട്ടെ. അപ്പൊ ആലോചിച്ച് നോക്കൂ, അത്രയും വലിയൊരു സമൂഹത്തെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാല് തെറ്റാണ് എന്നറിഞ്ഞിട്ടും
തെറ്റാണെന്നൊക്കെ അറിയാം, മുൻഗാമികൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ മുൻഗാമികൾ അതൊന്നും ചെയ്തിട്ടില്ല എന്നറിയാം. എന്നാൽ തന്നെ ഒരാൾ സാമൂഹിക തിന്മയിൽ പെട്ടുപോയാൽ അയാളെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പ്രയാസമാണ്. അയാളെ ഒന്ന് തിരുത്തി കൊടുക്കാൻ വലിയ പ്രയാസമാണ്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഉദാഹരണങ്ങളില്ലേ, തെറ്റാണെന്ന് പലർക്കും അറിയാം, ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലതും തെറ്റാണെന്ന് പലർക്കും അറിയാം, പക്ഷെ ഒന്ന് തിരുത്താൻ പ്രയാസമാണ്. അപ്പോഴാണ് ഇതൊന്നും തെറ്റാണെന്ന് പോലും അറിയാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത തന്നെ ഇല്ലാത്തൊരു സമൂഹത്തെ തിരുത്തുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വലിയ ത്യാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തിയത് അങ്ങനെ ഒരു സമൂഹത്തെയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രബോധനത്തിന്റെ കാഠിന്യവും വലിപ്പവും ഒക്കെയാണ് അല്ലാഹുവിന്റെ പ്രവാചകരെ. അതുകൊണ്ട് അങ്ങയുടെ പ്രബോധനം ഈ ജനതയോടാണെന്ന് ഓർമ്മ വേണം. ലിതുൻദിറ ഖൗമം മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. അശ്രദ്ധരാണവർ, ഗഫലാന്മാരാണ്, അശ്രദ്ധയിൽ കഴിയുന്ന ആളുകളാണ്. എന്തുകൊണ്ടാണ് അവസാന കാലത്തെ പ്രവാചകനെ മക്കയിൽ നിയോഗിച്ചത്? ഇന്ത്യയിൽ എന്തുകൊണ്ട് നിയോഗിച്ചില്ല? അല്ലെങ്കിൽ ലോകത്ത് വേറെ എവിടെയെങ്കിലും എന്തുകൊണ്ട് അവസാന കാലത്തെ പ്രവാചകനെ നിയോഗിച്ചില്ല? നമുക്ക് ആർക്കെങ്കിലുമൊക്കെ സംശയം തോന്നൂലേ? എന്തിനാണ് അവസാനത്തെ നബി? അവസാനത്തെ നബി എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തേക്കുമുള്ള, എല്ലാ ജനങ്ങൾക്കുമുള്ള, ഖിയാമം നാൾ വരെ വരേണ്ട ആളുകളുടെ റസൂലാണ്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. മക്കയിൽ എന്തുകൊണ്ട് വന്നു? മക്കക്കാരായ ആളുകളുടെ ചില ശൈലികൾ കാണാം. ഒന്ന്, മക്ക ലോകത്തിന്റെ കേന്ദ്രമായിരുന്നു. ലോകത്തെ പല സ്ഥലങ്ങളിൽ നിന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽ ആളുകൾ മക്കയിലേക്ക്, കഅബയിലേക്ക് ഹജ്ജിന് വേണ്ടി ചെന്നിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തിന് മുമ്പും അന്ന് അവർക്ക് വെള്ളം കൊടുക്കുന്നതൊക്കെ ഖുറൈശികളായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. സംസം അന്നു മുതലേ ഉണ്ട്. അപ്പൊ പല നാടുകളിൽ നിന്നും ആളുകൾ മക്കയിലേക്ക് വരും, എല്ലാ വർഷവും മക്കയിലേക്ക് വരും. അപ്പൊ മക്കയിൽ ഒരു സംഭവം നടന്നാൽ അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എത്തും. മക്കയിൽ ഒരു കാര്യം നടന്നാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അത് എത്താൻ എളുപ്പമാണ്. കാരണം എന്താണ്? മക്ക എപ്പോഴും ഒരു ചലിക്കുന്ന സിറ്റിയാണ്. എപ്പോഴും ഇങ്ങനെ ചലിച്ച് ആളുകൾ വന്നുകൊണ്ടിരിക്കും, പോയിക്കൊണ്ടിരിക്കും. ഇനി രണ്ട്, മക്കക്കാരായ ആളുകൾ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് കച്ചവടത്തിന് പോകും. അറബികളുടെ ഒരു ശൈലിയാണ്. മക്കക്കാര് ഷാമിലേക്ക്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയ പ്രായത്തിൽ അവിടുത്തെ വല്യുപ്പയുടെ കൂടെ, അതുപോലെ പിതൃവ്യരായ അബൂ താലിബിന്റെ കൂടെയൊക്കെ കച്ചവടത്തിന് പോയ സംഭവങ്ങൾ നമുക്കറിയാം. എങ്ങോട്ടാ കച്ചവടത്തിന് പോകുന്നത്? ഷാമിലേക്ക് പോകും. അതുപോലെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ കച്ചവടത്തിന്, വ്യാപാരാവശ്യാർത്ഥം പോയിക്കൊണ്ടിരുന്ന ആളുകളാണ് അറബികൾ. അവർക്ക് ആഫ്രിക്കൻ, മുനമ്പ് കടന്ന് ആഫ്രിക്കയിലേക്ക്, ഹബിഷയിലേക്ക്, എത്യോപ്യയിലേക്ക് പോകും, റോമിലേക്ക് പോകും, യൂറോപ്പിലേക്ക് പോകും, ഇന്ത്യയിലേക്ക് വരും. ഇവിടെ കുരുമുളക് കച്ചവടമൊക്കെ നടത്താൻ വേണ്ടി, കുരുമുളക് ഏലമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയ 5-ാമത്തെ വർഷമാണ് ആര് വന്നത്? ഇവിടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു വന്നത്. കോഴിക്കോട് ബഹുമാനപ്പെട്ടവർ വന്നത് ഹിജ്റ 5 എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലെത്തിയിട്ട് 5 കൊല്ലമേ ആയിട്ടുള്ളൂ. ആ സമയത്താണ് മൂപ്പർ ഇവിടെ കച്ചവടത്തിന് വന്നത്. അത് പ്രബോധനത്തിന് വന്നതല്ല എന്നും കച്ചവടത്തിന് വന്നതാണ് എന്നും ചരിത്രങ്ങളിൽ കാണാം. അപ്പൊ അവരുടെ കച്ചവടം എന്ന് പറയുന്നത് ഇങ്ങനെ പല നാടുകളിൽ പരന്നു കിടക്കുന്നതാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കുള്ള കണക്ടിവിറ്റി അന്ന് മക്കയിൽ നിന്നുണ്ട്. മക്കയിലേക്ക് ആളുകൾ വരികയും മക്കക്കാരായ ആളുകൾ പല സ്ഥലത്തേക്കും പോവുകയും അവിടുത്തെ വിശേഷങ്ങൾ അവർ പങ്കുവെക്കുകയും ചെയ്യും. അപ്പൊ അവിടെ ഒരു പ്രവാചകൻ വന്നാൽ അത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കൃത്യമായി എത്തിപ്പെടും, കൃത്യമായ വിവരം ലഭിക്കും. പിന്നെ അല്ലാഹു തആല തെരഞ്ഞെടുത്ത നഗരം, നേരത്തെ നമ്മൾ റബീഉൽ അവ്വൽ പറഞ്ഞിട്ടുണ്ട്, ബലദുൽ അമീനായ മക്കയാണ്. ആ മക്ക ലോകത്ത് ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളൊക്കെ ജനിച്ച സ്ഥലം നമ്മൾ പലർക്കും പറഞ്ഞു കൊടുക്കണം. കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ സ്ഥലത്തിന്റെ പേര് തന്നെ അത് മാറിപ്പോകും, അല്ലേ? നമ്മളെവിടെ ജനിച്ചത്, ഹോസ്പിറ്റലിന്റെ പേര് ചിലപ്പം മാറും, നാടിന്റെ പേര് ചിലപ്പം മാറും. കുറച്ച് കഴിഞ്ഞ് വികസനമൊക്കെ വന്നാൽ ചിലപ്പോൾ ഈ നാടിന്റെ പേര് വേറൊന്നായി മാറാം. 100 കൊല്ലം മുമ്പ് ഈ നാടിന്റെ പേര് വേറൊന്നായിരിക്കാം. അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. നമ്മളൊക്കെ ജനിച്ച ഹോസ്പിറ്റൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? വീട്ടിലാ ജനിച്ചെങ്കിൽ കൃത്യമായ ഏത് സ്ഥലമാണ്, എവിടെയാണ്. 10-100 കൊല്ലം കഴിയുമ്പോൾ ഇപ്പൊ തന്നെ നോക്കൂ, ഹൈവേ വികസനം വന്നപ്പോൾ അപ്പുറമൊക്കെ ഉള്ള സ്ഥലങ്ങളുടെ പേരിൽ എന്ത് വന്നു? മാറ്റങ്ങളൊക്കെ വന്നു. ഇനി അങ്ങനല്ല, ഞാൻ ജനിച്ചത് എറണാകുളം ജില്ലയിലെ ഇന്ന സ്ഥലത്തെ പെരുമ്പാവൂരിലാണ് എന്ന് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം. എവിടെയാണ് കേരളം, എവിടെയാണ് എറണാകുളം, എവിടെയാണ് പെരുമ്പാവൂർ, എവിടെയാണ് നമ്മൾ ജനിച്ചത്
എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു വിശദീകരണം പിന്നെ ആവശ്യമില്ല. കാരണം തലമുറകളോളമുള്ള ആളുകൾക്ക് ഇന്ന ഔവല ബൈത്തി മുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകം വഹുദൽ ലിൽ ആലമീൻ. ഏത് തലമുറയ്ക്കും അറിയാവുന്ന പ്രദേശമാണ് പരിശുദ്ധമായ മക്കയും കഅബാലയവും ഒക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശം. ഇങ്ങനെ നിരവധിയായ കാരണങ്ങൾ മക്കയിൽ അന്ത്യപ്രവാചകൻ വരാനുണ്ട് എന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാനും പഠിക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. لقد حق القول على أكثرهم فهم لا يؤمنون. അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അവരുടെ മിക്ക പേരുടെയും കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ വചനം സത്യമായി പുലർന്നിട്ടുണ്ട്. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം, അവരിലധികം ആളുകളുടെയും മേൽ അള്ളാഹുവിൻ്റെ ഖൗല് പുലർന്നിട്ടുണ്ട്. ഫഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കൂല നബിയെ. പ്രയാസമൊന്നും പെടണ്ട, എത്ര പറഞ്ഞാലും അവർ കേൾക്കൂല, അല്ലെങ്കിൽ അനുസരിക്കില്ല, അതിലേക്ക് വരില്ല. ഖുർആൻ അള്ളാഹുവിൻ്റെ റസൂലിനെ സാന്ത്വനപ്പെടുത്തുകയാണ്. അങ്ങ് ഇത്രയേറെ കഷ്ടപ്പെട്ട് പ്രബോധനം ചെയ്യുന്നുണ്ടല്ലോ, അവരിൽ പലരും വരാൻ പോകുന്നില്ല. കാരണം അവരുടെ മേൽ പലരുടെ മേലും ശിക്ഷയുടെ വചനം, അള്ളാഹുവിന്റെ ശിക്ഷയുടെ വചനം അത് പുലർന്നിരിക്കുന്നു. ഏതാണ് ആ വചനം? ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ, സൂറത്തു സജ്ദയുടെ 13. അതായത് നരകം അല്ലാഹു തആല മനുഷ്യരെയും ജിന്നുകളെയും കൊണ്ട് നിറയ്ക്കും എന്ന് പറഞ്ഞ വാക്ക് അവരുടെ മേൽ സ്ഥിരമായിരിക്കുന്നു. അതായത് ഇവര് നരകത്തിലേക്ക് പോകാനുള്ളവരാണ്, ഇവർക്ക് മാറ്റമൊന്നും ഉണ്ടാവൂല. അങ്ങ് എന്തൊക്കെ പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക് പുലർന്ന ഒരു കൂട്ടരാണിവർ. ഇവരങ്ങോട്ട് എന്ത് ചെയ്യാൻ പോകുന്നില്ല? ഫഹും ലാ യുഅ്മിനൂൻ, ഇവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അവർ വിശ്വസിക്കില്ല നബിയെ. അവരുടെ മേൽ ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ വാക്ക് പുലർന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണല്ലോ അറിയാവുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഒരാൾക്ക് നന്മ ചെയ്യണമെങ്കിലും തിന്മ ചെയ്യണമെങ്കിലും അതിനുള്ള വിവേചനവും കഴിവും അല്ലാഹു നൽകുന്നുണ്ട്. ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ ടീച്ചർക്കറിയാം ഈ ക്ലാസ്സിൽ എത്ര ആൾ ജയിക്കും, എത്ര ആൾ ജയിക്കൂല എന്ന്. പണ്ടത്തെ കാലമാട്ടോ, ഇപ്പം എല്ലാവർക്കും A+ കിട്ടുന്ന കാലമാണ്. ഈ കാലമല്ല, പഴയ കാലത്തെ കഥയാണ്. ഇതിൽ എത്ര എണ്ണം ജയിക്കും, എത്ര എണ്ണം പൊട്ടും എന്ന് ആർക്കറിയാം? ടീച്ചർക്കറിയാം. അത് ടീച്ചറിന്റെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണം കൊണ്ടല്ല, ഇവന്റെ പോക്ക് കണ്ടാൽ അറിയാം അവൻ ജയിക്കുവോ തോക്കുവോ, ഇവൻ എവിടെ എത്താൻ പോകുന്നത്. അതുപോലെ അള്ളാഹു ആകുന്ന രക്ഷിതാവിന് സകലരെ അറിയാം ഇവൻ എങ്ങോട്ടാണ് ഈ പോകുന്നത്, ഇവൻ എവിടെയാണ് എത്താൻ പോകുന്നത്. ഇവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവൻ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ, ഏതും മനുഷ്യന് തിരഞ്ഞെടുക്കാനുള്ള വിവേചനവും ബുദ്ധിയും അള്ളാഹു തന്നിട്ടുണ്ട്. ഇതാണ് നേര്, ഇതാണ് കളവ്, ഇതാണ് സൽവഴി, ഇതാണ് മോശം, ഇതൊക്കെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ നിനക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാം. പക്ഷെ ഇവന്റെ പോക്ക് കണ്ടിട്ട് ഇവൻ എങ്ങോട്ടേ പോവുള്ളൂ. അതാണ് ആ പ്രയോഗമാണ്. അപ്പോ ഇവർക്ക് എത്രയെല്ലാം പ്രബോധനം ചെയ്തു കൊടുത്താലും ഫഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അവരിൽ ഒരു മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. എന്തെല്ലാം വന്നാലും അവർ നരകത്തിലേക്ക് പോകാനുള്ളവരാണ് എന്ന തരത്തിലാണ് അവരുടെ ഇടപാടുകൾ, അവരുടെ ശൈലികൾ. നരകം അല്ലാഹു തആല മനുഷ്യരെയും ജിന്നുകളെയും കൊണ്ട് നിറയ്ക്കുമെന്ന വാക്ക് അവരുടെ മേൽ സത്യമായി പുലർന്നിരിക്കുന്നു. അല്ലാഹു നരകത്തെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അടുത്ത വചനം, ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം മഗ്ലാല ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. അല്ലാഹുവിന്റെ റസൂലേ, അവരുടെ കഴുത്തിൽ നാം ചങ്ങലകൾ വെച്ചിരിക്കുന്നു. അവരുടെ കഴുത്തിൽ ഒരു ചങ്ങലയുണ്ട് നബിയെ. ആ ചങ്ങല അവരുടെ താടി എല്ലുകൾ വരെ എത്തുന്ന തരത്തിൽ ഇങ്ങനെ
ഈ ഒരു തരത്തിൽ അവരുടെ കഴുത്തിൽ ഒരു ചങ്ങലയുണ്ട് നബിയെ. ഫഹിയ ഇലൽ അദ്ഖാൻ, അവരുടെ താടി, ആ താടിയുടെ അവിടം വരെ എത്തുന്ന തരത്തിൽ അവരുടെ കഴുത്തിലൊരു ചങ്ങല ഇങ്ങനെ കിടപ്പുണ്ട്. ഫഹും മുഖ്മഹൂൻ, അത് കാരണം അവരിങ്ങനെയാവും നടന്നു പോവുക. അതായത് തൊട്ടരികിലുള്ള സത്യത്തെയോ നബിയെയോ പ്രവാചകനെയോ ദീനിനെയോ അവരറിയുകയില്ല. ഏതാണ് ഈ ചങ്ങല? അത് കാണുന്നില്ലല്ലോ. ഖുറൈശികളുടെ ഒക്കെ കഴുത്തിൽ ചങ്ങലയുണ്ടെന്നല്ല, ഗഹനമായി ആലോചിക്കേണ്ട ഒരായത്താണ്. ഇത് ഓതുന്ന സമയത്ത് നമ്മുടെ കൽബിൽ വേണം. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാല ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. അവർക്ക് അവരുടെ കഴുത്തുകളിൽ ഒരു ചങ്ങല ബന്ധിച്ചിരിക്കുന്നു. ആ ചങ്ങല ഏതാണ്? ആ ചങ്ങല അവരുടെ അധികാരത്തിന്റെ, കുടുംബത്തിന്റെ, ഗോത്രത്തിന്റെ മഹിമയുടെ സത്യം മനസ്സിലാകാതെ പോകുന്ന തരത്തിലുള്ള ചങ്ങലയാണ്. അത് കാരണമാണ് അവർക്കത് കാണാൻ പറ്റാത്തത്, ഹഖ് അവർ ഉൾക്കൊള്ളാത്തത്. അവരുടെ കഴുത്തിൽ അഹങ്കാരത്തിന്റെ ചങ്ങല നിറഞ്ഞിരിക്കുന്നു. അബൂജഹലിന്റെ വീട്ടിലേക്ക് ചെന്നു സയ്യിദുനാ റസൂലുള്ളാഹി, നിങ്ങളൊന്ന് ഇസ്ലാം സ്വീകരിക്കുമോ? രഹസ്യമായിട്ട് സ്വീകരിച്ചാ മതി, ആരും അറിയണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിമാന പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഉള്ളിൽ വെച്ചോ, നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കാമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രബോധനം എത്രയാണ്. ഇസ്ലാം സ്വീകരിക്കുമോ എന്ന് അബൂജഹലിനോട് ചോദിച്ചു. അബൂജഹൽ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന്, പക്ഷെ ഉൾക്കൊള്ളാൻ പറ്റൂല, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. വലീദ് ഇബ്നു മുഗീറയോട് പറഞ്ഞു, ഇസ്ലാമിലേക്ക് വരൂ. വലീദ് ഇബ്നു മുഗീറ പറഞ്ഞു, എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അതാണ് ഈ കഴുത്തിലൊരു ചങ്ങല കുടുങ്ങിക്കുകയാണ്, ഒരു രക്ഷയില്ല, അതിൽ നിന്ന് രക്ഷപ്പെടൂല, അതിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. ഉത്ബയോട് പറഞ്ഞു, ഉബയ്യ് ഇബ്നു കഅബിനോട് പറഞ്ഞു, ഇസ്ലാമിന്റെ ശത്രുക്കളിൽ പലരോടും പറഞ്ഞു. അതിൽ ചില ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് സംവാദത്തിന് വന്നു. തോറ്റപ്പോ പറഞ്ഞു ഇസ്ലാം സ്വീകരിക്കൂ. മക്കയിൽ പെട്ടെന്നൊരു ദിവസം ഒരു വാർത്ത പ്രചരിച്ചു, വലീദ് ഇബ്നു മുഗീറ ഇസ്ലാം സ്വീകരിക്കാൻ പോകുന്നു. വലീദ് ഇബ്നു മുഗീറ ഇസ്ലാം സ്വീകരിക്കാൻ പോകുന്നു. അത് കേട്ടപാടെ, കാരണം വലീദ് ഇബ്നു മുഗീറയ്ക്ക് മനസ്സിലായി അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് സത്യമാണ് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാൻ തീരുമാനിച്ചു. പക്ഷേ ഉടനെ അബൂജഹൽ ബക്കറ്റ് പിരിവ് തുടങ്ങി. അബൂജഹൽ എന്ത് ചെയ്തു? വലീദ് ഇബ്നു മുഗീറയെ തിരിച്ചു കൊണ്ടുവരാൻ ചെയ്ത പണി, ഒരു പിരിവ് തുടങ്ങി. വലീദ് ഇബ്നു മുഗീറ ചോദിച്ചു, എന്താണ് പിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ പൈസ ഇല്ലാത്തത് കൊണ്ട്, സമ്പത്തില്ലാത്തത് കൊണ്ട് മുഹമ്മദ് നബിയുടെ മാർഗത്തിൽ കൂടാൻ പോകുന്നു എന്ന് ആളുകൾ പറയുന്നു, നിങ്ങൾക്ക് ഞങ്ങളെല്ലാം കൂടി പിരിവെടുത്ത് പൈസ തരാൻ. അപ്പോൾ വലീദ് ഇബ്നു മുഗീറ പറഞ്ഞു, ഞാൻ മുഗീറയുടെ മകൻ, സമ്പന്നനല്ലേ, എനിക്ക് അഭിമാനമില്ലേ, എനിക്കെന്തിനാണ് നിങ്ങളുടെ പൈസ? ഞാൻ അതുകൊണ്ടൊന്നുമല്ല, ഞാൻ ഇസ്ലാമിലേക്ക് പോവുകയില്ല. അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു അബൂജഹൽ അത് ചെയ്തത്. ഞാൻ ഇസ്ലാമിലേക്ക് പോവുകയില്ല, ഞാനൊന്നും കണ്ടിട്ടല്ല, അതിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോ സാമൂഹികമായ ചിന്തകൾ വെച്ചുകൊണ്ട് എങ്ങനെ ഇസ്ലാമിലേക്ക് വരും, എങ്ങനെ ഈ സത്യം ഉൾക്കൊള്ളും? ഞാൻ വന്നാൽ എന്റെ അഭിമാനത്തിന് ഇത് ക്ഷതമേൽപ്പിക്കും, എന്റെ സമ്പത്തിന് ഇത് കോട്ടം തട്ടിക്കും, എനിക്ക് മോശം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് ഇസ്ലാമിൽ നിന്ന് മാറി നിന്ന ആളുകളുണ്ട്. അവരെ കുറിച്ചാണ് ഈ പ്രയോഗം. അവരുടെ കഴുത്തിലൊരു ചങ്ങല കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് സത്യത്തെ അറിയാനും ഉൾക്കൊള്ളാനും കാണാനും ഇത് സത്യമാണെന്ന് ഉൾക്കൊണ്ട് ഇതിലേക്ക് വരാനും ഒന്നും കഴിയുന്നില്ല. അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി, അതായത് അവരുടെ താടിയെല്ലുകൾ വരെ ഇങ്ങനെ ഒരു ചങ്ങല, ആ ചങ്ങലയിൽ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ചിന്തിക്കാനാണ്. സത്യം സത്യമാണെന്ന് മനസ്സിലായാൽ പോലും വരാൻ കഴിയാതെ പോകും. സത്യം സത്യമാണെന്ന് മനസ്സിലായാൽ പോലും അതിലേക്ക് പിന്നെ മടങ്ങി വരാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ആളുകൾ എന്ത് വിചാരിക്കും? പല ആളുകളുണ്ട് എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ചെറിയ അറിവുകളൊക്കെ കേട്ടിട്ട് പണ്ട് മുതലേ നമ്മുടെ മുൻഗാമികൾ ചെയ്തു വന്ന മാർഗമൊക്കെ ഉപേക്ഷിച്ച് വേറെ എവിടെങ്കിലുമൊക്കെ പോകും. പിന്നെ അവർക്ക് കണ്ടന്തറ പള്ളിയിലേക്ക് തിരിച്ചു വരാൻ തോന്നുന്നില്ല. വന്ന ആളുകൾ എന്ത് വിചാരിക്കും? ഇത്രയും കാലം നീ എവിടാന്ന് ചോദിക്കൂലേ? ഇത്രയും കാലം വേറെ പള്ളിയിൽ പോയിന്ന് ചോദിക്കൂലേ? വേറെ പള്ളി തറാവീഹിന് പോയിന്നോ? അല്ലെങ്കിൽ ഇത്രയും കാലം നിന്നെ മൗലൂദിന് റാത്തീബിനൊന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കൂലേ? ചങ്ങല കുടുങ്ങിക്കിടക്കാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതൊരു വല്ലാത്ത ചങ്ങലയാണ്. അഭിമാനത്തിന്റെ, മാനത്തിന്റെ, കുടുംബത്തിന്റെ, പത്രാസിന്റെ, അന്തസ്സിന്റെ ആ ഒരു ചങ്ങല അത് കുടുങ്ങിക്കിടക്കുന്നു. ഫഹും മുഖ്മഹൂൻ. അതുകൊണ്ട് അവരിങ്ങനെ തല കുത്തിപ്പിടിച്ച് നടക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹഖ് ഹഖാണെന്നറിഞ്ഞിട്ടും അത് ഉൾക്കൊള്ളാൻ പറ്റാതെ പോവാ, ചെയ്യുന്നത് ഹറാമാണെന്നറിഞ്ഞിട്ടും അത് തിരുത്താൻ പറ്റാതെ പോവാ. മക്കളെ കല്യാണം നടത്തി,
ആട്ടവും പാട്ടവും കൂത്തും ഇതൊക്കെ ഹറാമാണെന്നറിയാം, പക്ഷേ അതിൽ നിന്ന് പിന്തിരിയാൻ പറ്റുന്നില്ല. ചിന്തിക്കാനാണ്, ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടു പോയി. ഞാന് ഈ ഹറാമ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു കുറവ് പറ്റുമോ? എന്റെ മക്കളുടെ മുമ്പ് ഞാൻ എന്ത് പറയും? ഞാൻ ഈ ഹറാമിന് കൂട്ടു നിൽക്കണമല്ലോ. ഹറാമാണെന്നറിയാം, അതിൽ നിന്ന് പിന്തിരിയാൻ പറ്റുന്നില്ല. ചെയ്യുന്നത് മോശമാണെന്നറിയാം, പിന്തിരിയാൻ പറ്റുന്നില്ല. ഞാൻ പിന്തിരിഞ്ഞാൽ നാളെ മുതൽ എന്റെ ജീവിതം എങ്ങനെ ആയിരിക്കും? എന്റെ ഉപജീവന മാർഗം എങ്ങനെയായിരിക്കും? എനിക്ക് വരുന്ന വരവ് നിലച്ചു പോകുമോ? എന്റെ അഭിമാനം പ്രശ്നമാകുമോ? ഇങ്ങനെ എത്രയോ വിഷയങ്ങളിൽ നമ്മൾ ഇതുപോലെ പല ചങ്ങല കുടുക്കുകളിൽ, ദുനിയാവിന്റെ ചങ്ങലകളിൽ കുടുങ്ങിക്കിടക്കാണ്. തിരിച്ചു വരാൻ പറ്റാത്ത പാകത്തിൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവർക്കൊക്കെ ആലോചിക്കാനാണ്. ഇന്നാ ജഅൽനാ ഫീ അനാഖിഹിം മഗ്ലാല ഫഹിയ ഇലൽ ലദ്ഖാനി ഫഹും മുഖ്മഹൂൻ. അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ അവരുടെ കഴുത്തുകൾ ബന്ധിക്കപ്പെട്ടു പോയതാണ്. അവർ കുടുങ്ങിക്കിടക്കാണ്. തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അവരുടെ മാനവും അഭിമാനവും ഒന്നും അതിനെ ചിലപ്പോൾ അനുവദിക്കില്ല. എല്ലാവരും ചെയ്യുന്ന ഞാൻ മാത്രം ചെയ്തില്ലെങ്കിൽ എനിക്കെന്തോ ഒരു കുറവുണ്ട് എന്ന് ആളുകൾ വിചാരിക്കില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും മോശമുണ്ട് എന്ന് കരുതില്ലേ? അങ്ങനെയല്ല, ഹക്കിനെ ഉൾക്കൊണ്ട് ജീവിക്കണമെന്നാണ് പരിശുദ്ധമായ ഖുർആനിന്റെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനെ ഉൾക്കൊള്ളാൻ ഒരു പ്രയാസവും തോന്നരുത്. അള്ളാഹുവിന്റെ മാർഗം മുറുകെ പിടിക്കാൻ ഒരു പ്രയാസവും തോന്നരുത്. അതിനപ്പുറമാണ് ബാക്കിയെല്ലാം. അപ്പോ ഹറാമായ പല കാര്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എടുത്തണിയുന്നത് എന്തുകൊണ്ടാ? ഈ പറഞ്ഞതുപോലെ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ്. ഞാൻ അങ്ങനെ ചെയ്താൽ അങ്ങനെ ആവൂലേ, ഞാൻ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവൂലേ, അങ്ങനെയുള്ള വിചാരങ്ങളൊന്നും വേണ്ട. അള്ളാഹു അത്തരം കുടുക്കുകളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ വിശ്വാസപരമായി, സാമൂഹികപരമായി ഇത്തരം വിഷയങ്ങളിലൊക്കെയും പലതരത്തിലുള്ള കുടുക്കുകൾ നമ്മുടെ കഴുത്തിൽ വീഴാം. അത്തരം ചിന്തകൾ നമുക്ക് വന്നു ചേരാം. സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അതിനെല്ലാം പരിശുദ്ധമായ ഖുർആൻ വെട്ടിക്കളയുകയാണ്. അതിനെല്ലാം വെട്ടിക്കളയുകയാണ്. അള്ളാഹുവിന്റെ കലാം പറയുന്നുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ റസൂലെ, പ്രിയപ്പെട്ട പ്രവാചകരെ, അവർ ഇങ്ങനെ തല കുത്തനെ പിടിച്ച് നടക്കുന്ന ആളുകൾ, തല ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ നടക്കും. അവരുടെ ചുറ്റുമുള്ള സത്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഒന്ന് കുനിഞ്ഞ് താഴേക്ക് നോക്കാനൊന്നും അവർക്ക് പറ്റില്ല. ആ രീതിയിൽ അവരെന്ത് ചെയ്തു? ബന്ധസ്ഥരായി പോയി കഴിഞ്ഞു. അടുത്ത ആയത്ത്, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അവരുടെ മുന്നിൽ ഒരു തടസ്സമുണ്ട്. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. അവരുടെ പിന്നിലും ഒരു തടസ്സമുണ്ട്. അങ്ങനെ നാം അവരെ മൂടിക്കളഞ്ഞു. അതിനാൽ ഫഹും ലാ യുബ്സിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മൂടിക്കളഞ്ഞതുകൊണ്ട് അവർക്ക് സത്യത്തെ ഉൾക്കൊള്ളാനോ കാണാനോ കഴിയുന്നില്ല. ഫഹും ലാ യുബ്സിറൂൻ, അവർക്ക് കാണാൻ കഴിയുന്നില്ല. അവരുടെ മുന്നിൽ ഒരു വലിയ മറയുണ്ട്, പിന്നിലും ഒരു വലിയ മറയുണ്ട്. അപ്പൊ അവരിങ്ങനെ അന്ധന്മാരായി ഇങ്ങനെ ജീവിച്ചു പോവാണ്. അവർക്ക് ഈ സത്യത്തെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒന്നും കഴിയുന്നില്ല. ഫഹും ലാ യുബ്സിറൂൻ, അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോ മുൻഗാമികളായ ആളുകൾക്ക് ഉപദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഉള്ള ആളുകളിൽ പലരും പലതരത്തിലുള്ള കുടുക്കിൽപ്പെട്ട് കിടക്കാണ്. ഈ സത്യത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റില്ല. അതോടൊപ്പം തന്നെ അവരുടെ മുന്നിലും പിന്നിലും ഒക്കെ മറയാണ്, പലതരത്തിലുള്ള തടസ്സങ്ങളാണ്. ഈ മറ എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ മതിൽ കെട്ടി പിന്നിൽ മതിൽ കെട്ടി എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പലതരത്തിലുള്ള തടസ്സങ്ങളാണ് പലതിനും. ഒരു ഖൈറായ കാര്യം ചെയ്യാൻ പല തടസ്സം, ഒരു സദഖ ചെയ്യാൻ പല തടസ്സം. എന്താ കാര്യം? വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഇതൊക്കെ ചെയ്താൽ നല്ല കൂലി കിട്ടുമെന്നൊക്കെ അറിയാം. പക്ഷേ പലതരത്തിലുള്ള തടസ്സങ്ങളുടെ മറ, മുന്നിൽ നിന്നും പിന്നിൽ നിന്നൊക്കെ പ്രഷറാ, പലതരത്തിലുള്ള മറ. ആ മറയുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ഖൈറാത്തുകൾ കാണാൻ, നന്മകൾ കാണാനുള്ള കാഴ്ച മൂടിപ്പോയി. താടിയലിന് താഴെ കൈ ഇങ്ങനെ വെച്ചിട്ട് ബന്ധിക്കുന്ന ശൈലി, ഇതിനെയൊക്കെ അഗ്ലാൽ എന്ന പ്രയോഗത്തിന്റെ കീഴിൽ കൊണ്ടുവരുന്നത് കാണാം. താടിയലിന് താഴെ ഇങ്ങനെ വെച്ചിട്ട് കൈകളും ഇതെല്ലാം കൂടെ കൂട്ടി ബന്ധിച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും എന്ത് ചെയ്യാൻ പറ്റില്ല? തല താഴ്ത്താൻ പറ്റില്ല. ആ രീതിയിൽ ബന്ധിക്കുന്ന ശൈലിയാണ് അനാഖിഹിം അഗ്ലാലൻ എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. യഥേഷ്ടം നോക്കിക്കാണാന്, അതുപോലെ കൃത്യമായി നോക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥ.
അപ്പോൾ അവരുടെ ഹൃദയം എത്രത്തോളം കഠിനമാണ് എന്നതിലേക്ക് കൂടി സൂചിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ. എത്രയെല്ലാം ഖൈറുകൾ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചാലും, ഏതെല്ലാം തരത്തിലുള്ള നന്മകൾ അവരോട് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഭാഗത്തിൽ എന്തൊക്കെയോ സാഹചര്യങ്ങളിൽ പെട്ട് കിടക്കുകയാണ്. ആ സാഹചര്യങ്ങൾ, ആ മറകൾ, അതൊക്കെ കാരണം അവർക്ക് ഇതിലേക്കൊന്നും എത്തിപ്പെടാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സമൂഹം. അപ്പൊ സത്യം കണ്ടറിയാനോ ചിന്തിക്കാനോ മനസ്സിലാക്കാനോ പ്രവർത്തിക്കാനോ പറ്റാത്ത ഭാഗത്തിൽ വീണുപോയ ഒരു സമൂഹം. ഒരായത്ത് കൂടി പറഞ്ഞു നിർത്താം. വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലൻ തുൻസിറുഹും ലാ യുഅ്മിനൂൻ. അല്ലാഹുവിന്റെ റസൂലേ, അവർക്ക് താക്കീത് നൽകിയോ താക്കീത് നൽകിയില്ലേ എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സമമാകുന്നു. അവരെ ഉപദേശിച്ചാലും ഉപദേശിച്ചില്ലെങ്കിലും അവർക്കത് സമമാണ്. അള്ളാഹുവിന്റെ പ്രവാചകരെ അവർ വിശ്വസിക്കുകയില്ല. ലാ യുഅ്മിനൂൻ. നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയില്ലേ, അവനോട് പറഞ്ഞാലും പറഞ്ഞില്ലേലും കണക്കാണ്, അങ്ങനെ പറയൂലേ? പറഞ്ഞാലും പറഞ്ഞില്ലേലും കണക്കാണ്, പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതാണ് വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. പക്ഷേ അങ്ങ് എന്ത് ചെയ്യണം? അങ്ങയുടെ പ്രബോധനം ചെയ്യണം. അത് എല്ലാവർക്കും അങ്ങനെയാണ്. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അവർ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ. ചില ആളുകൾക്ക് ഉപദേശം കിട്ടുന്നതും കിട്ടാത്തതും ഒക്കെ കണക്കാണ്. കിട്ടിയിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല. ഒരു മാറ്റവും ചിലപ്പോൾ അവരിൽ പ്രതിഫലിക്കുകയില്ല. അതുകൊണ്ട് അങ്ങ് പ്രയാസപ്പെടുകയൊന്നും വേണ്ട. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെയാണ് അങ്ങ് പ്രതിനിധാനം ചെയ്യുന്നത്. മക്കയിൽ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളൊക്കെ നമ്മുടെ കൽബിലേക്കാണ് വരിക. ഓരോ സന്ദർഭങ്ങളും ഓരോ സാഹചര്യങ്ങളും ഇതൊക്കെ ഓതുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ ഓർക്കണം. കഴുത്തുകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവർ, ഹക്ക് കാണാതെ പോകുന്നവർ, സത്യത്തിലേക്ക് എത്താൻ പറ്റാതെ പോകുന്നവർ, സത്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിലേക്ക് വരാൻ കഴിയാത്തവർ, ഉപദേശം കേട്ടാലും ഇല്ലെങ്കിലും ഒരു മാറ്റവുമില്ലാത്ത കൽബ്, അതിനെ തൊട്ടൊക്കെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതെങ്കിലുമൊക്കെ നല്ല ഉപദേശങ്ങൾ കേട്ടാൽ അതിനനുസരിച്ച് കൽബിനാണ് മാറ്റം വരേണ്ടത്. വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലൻ തുൻദിറുഹും ലാ യുഅ്മിനൂൻ. 10 ആയത്തുകളായി എത്രയോ കൊല്ലം നബിമാർ പ്രബോധനം ചെയ്തിട്ടുണ്ട്. സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ജനങ്ങളെ ഇന്നി ദഅഉതു ഖൗമി ലൈലം വനഹാറ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. എത്ര കാലം? 950 കൊല്ലം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെ ഏകദേശം അങ്ങറ്റം പോയി എത്ര കാലം ജീവിക്കും? 100, 110. അതിനുള്ളിൽ എന്ത് ചെയ്യും? അള്ളാഹു നമുക്കൊക്കെ ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകുമാറാകട്ടെ. അപ്പൊ അത്രയൊക്കെ ജീവിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് ജീവിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ല. ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു 100 കൊല്ലം കഴിഞ്ഞ് ഈ പള്ളിയിൽ റമദാനിൽ നമ്മൾ ആരും ഉണ്ടാവില്ല. ഉണ്ടാവോ? ആരും ഉണ്ടാവില്ല. ഒരു 100 കൊല്ലം കഴിഞ്ഞ് റമദാനിൽ ഈ പള്ളിയിൽ നമ്മൾ ആരും ഉണ്ടാവില്ല. നമ്മളൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും. ഇവിടെ ആരെങ്കിലും ഒരാൾ പ്രസംഗിക്കുന്നുണ്ടാവും, ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടാവും. അള്ളാഹു നല്ല മക്കളെയും പേരമക്കളെയൊക്കെ നമുക്ക് നൽകുമാറാകട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെയൊക്കെ ആയുസ് എന്ന് പറയുന്നത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ആയുസിന്റെ വലിപ്പാണ്. 950 കൊല്ലം ദുനിയാവിൽ ജീവിച്ചിരുന്നു. ആ 950 കൊല്ലം പ്രബോധനം മാത്രം ചെയ്തിരുന്നു. ജനങ്ങളെ നന്മയിലേക്ക് വിളിച്ചിരുന്നു. വളരെ കുറച്ച് ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നത്. മൂസാ നബി അലൈഹിസ്സലാം ഏറെ കഷ്ടപ്പെട്ട പ്രവാചകനാണ്. സയ്യിദുനാ നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാം. ഒന്ന് ഫിർഔൻ, രണ്ടാമത് അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയിട്ടും അനുസരിക്കാതെ പോയൊരു ജനത. അല്ലാഹു തആല അവരോട് പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ കാണാം, ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് മന്നയും സൽവയും, അതായത് കാടയിറച്ചിയും കട്ടിത്തേനും ഇറക്കിത്തരാം, നിങ്ങളെ ഇബാദത്ത് ചെയ്യാവോന്ന് ചോദിച്ചു. നമ്മളൊക്കെ അധ്വാനിക്കുന്നത് ഭക്ഷണം, കുടുംബത്തിന് ഭക്ഷണം കൊടുക്കണം, അതിനല്ലേ? നിങ്ങൾക്കുള്ള ഫുഡ് കൃത്യമായി എന്ത് ചെയ്യും? താഴെ വരും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇബാദത്ത് ചെയ്താൽ മതി. വളരെ രസകരമാണ്. അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോ സയ്യിദ്നാ മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങളെ ഇബാദത്ത് ചെയ്താൽ മതി, നിങ്ങൾക്കുള്ള ഭക്ഷണം അല്ലാഹു തആല ഇവിടെ തരും. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഇവർ ഇബാദത്ത് ചെയ്യുന്നില്ല. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്താ നിങ്ങൾ ഇബാദത്ത് ചെയ്യാത്തത്? അത് പറഞ്ഞു, ഇറച്ചി കഴിച്ച് മടുത്തു എന്ന് പറഞ്ഞു. ഇറച്ചി കഴിച്ച് മടുത്തു. ഈ കാടയും കട്ടിത്തേനും ഒന്നും അല്ലാതെ അള്ളാഹുവിനോട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇറക്കി തരാൻ പറയൂ, കുറച്ച് പച്ചക്കറിയൊക്കെ ഫ്രീ ആയിട്ട് 3 നേരം. അത് നമ്മൾ വിചാരിക്കരുത് 3 നേരം ഒരേ വിഭവമാണെന്ന്, ഒരേ ഡിഷൊന്നല്ല. ഖുർആന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് 3 നേരവും വ്യത്യസ്ത ഭക്ഷണമാണ്. ജനങ്ങൾക്ക് മടുപ്പുണ്ടാവുമെന്ന് അള്ളാഹുവിനറിയാമല്ലോ.
വ്യത്യസ്ത ഭക്ഷണം ഇറക്കി കൊടുത്തു. ഒറ്റ കണ്ടീഷൻ, നിങ്ങൾ എന്നെ എനിക്ക് ഇബാദത്ത് ചെയ്യണം. ഭക്ഷണം ഞാൻ നിങ്ങളെ കൈ തരാം, നിങ്ങൾക്ക് മുമ്പിൽ തരാം. എന്നിട്ട് ആ ജനത ചെയ്ത കാര്യമാണ്. അവരെന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് വയ്യ, പറ്റൂല, ഞങ്ങൾക്ക് ഇറച്ചി കഴിച്ച് മടുത്തു, ഇനി വെജിറ്റബിൾ തരണം, കുറച്ച് നാൾ വെജിറ്റബിൾസ് ഞങ്ങൾക്ക് ഇറക്കി തരണം. അതും കൊടുത്തു. ഇത്രയൊക്കെ ചെയ്തു കൊടുത്ത ഈ സമൂഹത്തിനെയും കൊണ്ട് ഒരിക്കൽ യുദ്ധത്തിന് പോകാൻ വേണ്ടി വിളിച്ചു. വരൂ, നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാം. അപ്പം ഈ സമൂഹം മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, നിങ്ങളും പടച്ചവനോട് പോയി യുദ്ധം ചെയ്താൽ പോരെ, ഞങ്ങൾ വരണോന്ന് ചോദിച്ചു. അള്ളാഹു തആല 3 നേരം ഭക്ഷണം കൊടുക്കുന്ന ഈ സമൂഹം മൂസാ നബിയോട് ചോദിച്ചു, നിങ്ങളും പടച്ചവനോട് പോയി യുദ്ധം ചെയ്താൽ പോരെ, ഞങ്ങളെ വിളിക്കണോ, ഞങ്ങൾ ഇവിടെ എവിടെങ്കിലും ഇരുന്നോളാം, നിങ്ങൾ പോയി യുദ്ധം ചെയ്തു വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സമൂഹമായിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിനെയാണ് ഖുർആൻ ഏറ്റവും അധികം പറഞ്ഞത്. കാരണം ആ ജനത, ഇന്നിപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ബനു ഇസ്രായേൽ എന്ന് പറയുന്ന സാധനങ്ങളെ കൊണ്ടാണ് ഈ ലോകത്ത് ഏറ്റവും അധികം ഷറുള്ളത്. ആ സമൂഹത്തെ എന്തുകൊണ്ട് നമ്മൾ അത്ഭുതപ്പെടും ഖുർആൻ എടുത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ. ഈ ഇസ്രായേലികളെ കുറിച്ച് എന്തിനാണ് ഇത്രയും അധികം ഇങ്ങനെ പറഞ്ഞത്? ഇവരെ കൊണ്ടാണ് ഖിയാമത്ത് നാൾ വരെയും, ഇന്ന് ലോകത്ത് നടക്കുന്ന ഏത് വിഷയവും നിങ്ങൾ എടുത്തു നോക്കൂ, ആർക്കാണ് ഇപ്പൊ ഇറാനെ ആക്രമിക്കണമെന്ന് ഇത്ര വാശിയുള്ളത്? ആർക്കാ? അമേരിക്കക്കല്ല. അമേരിക്കയേക്കാൾ ഇറാന്റെ ശക്തി ക്ഷയിച്ചു കാണണമെന്ന് ആഗ്രഹമുള്ളത് ഇസ്രായേലിനാണ്. കാരണം ആ പ്രദേശത്ത് ഇനി ഇസ്രായേലിനെ ചോദ്യം ചെയ്യാൻ പറ്റിയത് ഇറാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? ഇറാനെ നശിപ്പിക്കണം. അതിന് ഇല്ലാത്ത ആണവായുധത്തിന്റെ പേര് പറഞ്ഞ് ആ പ്രദേശത്തുള്ള നല്ല തലയെടുപ്പുള്ള മുസ്ലിം ഭരണാധികാരികളെ ഒക്കെ അവന്മാർ കൊന്നു കളഞ്ഞു. പല ചാരപ്പണികളും നടത്തിയിട്ട് സദ്ദാം ഹുസൈൻ പോയി, മുഹമ്മദ് ഗദ്ദാഫി പോയി, എല്ലാവരും പോയില്ലേ. ഇപ്പൊ ആ പരിസരത്ത് ആരാളുള്ളത്? സിറിയയുടെ പ്രസിഡന്റിന്റെ പേരെന്താ അറിയില്ല. ലിബിയയിൽ ആരാളുള്ളത്? ലെബനാനിൽ ആരാളുള്ളത്? ആർക്കും ആരെ അറിയില്ല. ഇതൊക്കെ ഇവരുടെ പാവ ഭരണകൂടങ്ങളായി മാറി. ഇനി ആ പ്രദേശത്ത് ബാക്കിയുള്ളത് ഇറാൻ മാത്രമാണ്. ഇറാനുമായി നമുക്ക് ആശയപരമായും വിശ്വാസപരമായും ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും, പക്ഷേ ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇറാനെ നശിപ്പിക്കണം എന്ന ആഗ്രഹം ഇപ്പൊ ഇസ്രായേലിനാണുള്ളത്. അതിനാണ് അമേരിക്ക അവർ കൂട്ടുപിടിക്കുന്നത്. ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും ഇറാനെ എന്ത് ചെയ്യണം? ആക്രമിക്കണം. ഇറാനുമായിട്ട് ഒരിക്കലും മുട്ടിയപ്പോർക്ക് മനസ്സിലായി ഇറാന്റെ കയ്യിൽ ആയുധങ്ങളുണ്ട്. ഇറാൻ ഇവർ വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, കീഴ്പ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾ നോക്കൂ, ആ രാജ്യത്ത് കലാപം ഉണ്ടാക്കി. ഇറാനിൽ വലിയ കലാപം നടന്നു ഈ അടുത്ത സമയത്ത്. ആരായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കുക? ഇസ്രായേലിനെതിരെ ശബ്ദിച്ച ആളാണ് വെനസ്വലയുടെ പ്രസിഡന്റ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി അമേരിക്ക. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എന്റെ രാജ്യത്ത് വന്നാൽ ഞാൻ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമെന്ന് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയ ആളാണ് വെനസ്വലയുടെ പ്രസിഡന്റ്. ഇപ്പൊ നമ്മളെല്ലാവരും പത്രങ്ങളിൽ വായിക്കുന്നതാണ്, അയാളെ അറസ്റ്റ് ചെയ്ത് അമേരിക്ക ഒരു രാജ്യത്ത് കയറിയിട്ട് അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അങ്ങനെ ഇവർക്കെതിരെ ഏത് രാജ്യം വന്നാലും ആ രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ അവസ്ഥകളെ തകർത്തു കളയുന്നൊരു സമൂഹം. അവർ പണ്ട് നബിമാരോട് ചെയ്തിരുന്ന ശൈലി, നബിമാരെ കൊന്നുകളഞ്ഞവർ, അള്ളാഹുവിനോട് തർക്കിച്ചവർ, ആ ഒരു സമൂഹത്തെക്കുറിച്ച് ഖുർആനിൽ ഇങ്ങനെ അധികം വായിക്കും. നമ്മൾ വിചാരിക്കും ബാക്കി നബിമാർക്കൊന്നും സമൂഹങ്ങൾ ഉണ്ടായിരുന്നില്ലേ? പക്ഷെ അങ്ങനെയല്ല. ഇവരുടെ ഒരു നേച്ചർ എന്താണെന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവരുടെ ഒരു ശൈലി എന്താണെന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. ഇവരെ പോലെ നന്ദി കെട്ട ജനങ്ങളില്ല എന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്താണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഇത്രയും നന്ദികേട് ലോക ചരിത്രത്തിൽ ആര് കാണിച്ചിട്ടുണ്ട്? കിടക്കാൻ ഇടം കൊടുത്ത അറബികളെ എത്ര എണ്ണത്തിനെ കൊന്നു? ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു കളഞ്ഞു. അപ്പൊ ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ്, ചിന്തിക്കാനും ആലോചിക്കാനും ഉള്ളതാണ്. പറഞ്ഞു നിർത്തിയത്, ചില ആളുകൾക്ക് പ്രബോധനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒക്കെ കണക്കാണ്, അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇനി അടുത്തൊരു ഭാഗത്തിലേക്ക് കടക്കുകയാണ്, ഒരു സന്തോഷത്തിന്റെ വർത്തമാനത്തിലേക്ക് കടക്കുകയാണ്. സൂറത്ത് യാസീൻ ഇൻഷാ അള്ളാഹ് നാളെ പറയാം. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങൾ പാരായണം ചെയ്തതും അള്ളാഹുവെ ഞങ്ങൾ പറഞ്ഞതുമെല്ലാം നീ കബൂലാക്കണം റഹ്മാനെ. നീയാകുന്ന ഖാലിഖായ റബ്ബിന്റെ വചനങ്ങളാണ്. ഞങ്ങളാകുന്ന അടിമകളിൽ നിന്ന് ഏതെങ്കിലും മോശങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് നൽകണം റഹ്മാനെ. നിന്റെ ഖുർആൻ ഇഷ്ടപ്പെടുകയും ഹൃദയത്തോട് ചേർക്കുകയും ഷാഫിആകുകയും ചെയ്യുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവെ, പരിശുദ്ധമായ റമളാനിലെ തിങ്കളാഴ്ച ദിവസമാണ് റബ്ബെ, ഞങ്ങളെ ഓരോരുത്തരെയും നീ കബൂലാക്കണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്ക് പലർക്കും പലതരത്തിലുള്ള ആവശ്യങ്ങൾ മുറാദുകളൊക്കെ ഉണ്ട്, നീ ഹാസിലാക്കി തരണം റഹ്മാനെ. രോഗങ്ങളുണ്ട്, ശിഫയാക്കി തരണം റഹ്മാനെ. വിഷമങ്ങളുണ്ട്, മാറ്റിത്തരണം റഹ്മാനെ. കടങ്ങളുണ്ട്, തീർത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്ത് നൽകണം അല്ലാ. മരണപ്പെട്ടു പോയവരുണ്ട്, അവരുടെ ഖബർ നീ സ്വർഗമാക്കണം അല്ലാ.
ഞങ്ങൾ ഓതി യാസീൻ്റെ പറഞ്ഞ യാസീൻ്റെ ഭാഗങ്ങൾ അവരുടെ ഖബറിലേക്ക് എത്തിച്ച് നീ അവർക്ക് അനുഗ്രഹം ചെയ്യണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾ മരിച്ചാലും നാളെ ഞങ്ങൾക്ക് ദ്വാരക്കുന്ന മക്കളെ തരണം റഹ്മാനെ. ഞങ്ങളുടെ മക്കളെയൊക്കെ നന്നാക്കി തരണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൽബ് ഖുർആൻ കൊണ്ട് നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഖുർആനെ കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെയുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയം ഈമാനോടെ മരിപ്പിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ധാരാളം ആളുകൾ ജമാഅത്തിന് വരുന്നവരുണ്ട്, ക്ലാസ്സുകൾക്ക് ഇരിക്കുന്നവരുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും ഖൈറാത്തുകൾക്ക് വരുന്ന ആളുകളുണ്ട് പടച്ചവനെ. അതുപോലെ നോമ്പ് തുറപ്പിക്കുന്നവരുണ്ട്, നോമ്പ് തുറക്കാൻ സഹായിക്കുന്നവരുണ്ട്, പള്ളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവെ, ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്, നീ ഖൈറു നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ മഹല്ലത്തിന് ഐക്യവും ഉയർച്ചയും നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയം വരെയും ശരീരത്തിന് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, രോഗികളായി എവിടെയും ഞങ്ങളെ കിടത്തിക്കളയല്ല അല്ലാഹ്. വെന്റിലേറ്ററിലോ ICUവിലോ മറ്റേതെങ്കിലും സാഹചര്യങ്ങളിലോ കോമയിലോ ഒക്കെ ആയി പോകുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ കാരണം ഞങ്ങളുടെ അനന്തരഗാമികൾക്ക്, മക്കൾക്ക്, കുടുംബങ്ങൾക്കൊക്കെ ഒരു ഭാരമാകുന്നൊരവസ്ഥ നൽകല്ല അല്ലാഹ്. ഇസ്സത്തോടെ ജീവിച്ച് ഇസ്സത്തോടെ മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ലോക മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഐക്യം നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ആരെല്ലാം ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്തോ അവരെല്ലാം നീ ഇതിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.